ഹലോ എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്നുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ റോസ്റ്റ് എന്നും പറയാം, അല്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ റോസ്റ്റിൻ്റെ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പി എന്നും പറയാം ട്ടാ. അപ്പോൾ ഇത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ആദ്യം തന്നെ നമ്മളിവിടെ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1/2 കിലോ ചെമ്മീനുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ചെറുള്ളി, അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നാളികേരം, ഒരു 1/4 കപ്പ് നാളികേരം മതി. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും. അപ്പോൾ ഇത് നാളികേരം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീനിലേക്ക് ഉണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ, ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പോൾ അതേ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതുമ്മേ പിടിച്ച് കിട്ടും ചെയ്യട്ടെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാനുണ്ടെന്ന്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നാളികേരം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് നാളികേരമൊക്കെ മതി കേട്ടോ. ഈ ഒരു നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചെമ്മീനാണല്ലോ. പിന്നെ അതേ 2 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്, പക്ഷേ നന്നായി അരഞ്ഞു വരും വേണം കേട്ടോ. വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതേ നമ്മൾ ഇതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ഈ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ തക്കാളിയും ഇതേപോലെ ഒന്ന് അരച്ച് ഇതേ നല്ലൊരു പ്യൂരി നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ചെറുള്ളിയും നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് തന്നെ അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി. ഇനി ഇതേ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിത് ഈ ചെമ്മീനുണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെമ്മീനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇത് അടച്ചു വെച്ചാൽ തന്നെ അതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം അതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട. അങ്ങനെ ഇതേ ചെമ്മീനൊക്കെ ഇത് നന്നായിട്ട് തന്നെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടായിരിക്കും, അത് പോകത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ നാളികേരം ചെമ്മീനൊക്കെ ഒരുമിച്ച് കിടന്ന് നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്ത് വരണം. അതിനായിട്ട് നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നാളികേരത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ചെമ്മീനൊക്കെ നമ്മൾ ഇതിന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്ന് ഒഴിച്ചാൽ മതി. അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടിയും വേഗം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി വരണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവും. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പ്രൊസീജിയർ എന്നൊക്കെ പറയണത് എല്ലാ കറിയിലും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോയുടെ പ്യൂരി അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്തുള്ള ടൊമാറ്റോ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വഴണ്ടി വരാനും കുറേ നേരം വേണം. അപ്പോൾ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ വളരെ ഈസിയാണ്. പിന്നെ അതേ ഇതിലേക്ക് കുറച്ച് തൈര് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ടൊമാറ്റോ ഓൾറെഡി ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം പുളി ഇതിനുണ്ടായിരിക്കും. അപ്പോൾ തൈരും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇതിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ചെമ്മീൻ വീണ്ടും ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരിത്തിരി വെള്ളം വേണം നമുക്ക്. അപ്പോൾ അതിലാണ് എല്ലാ ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് പിടിച്ച് കിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. നമുക്കത് നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കുറുകിയ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്താൽ നമ്മുടെ പ്രോൺ റോസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, അത് പീരാന്നും പറയാൻ പറ്റില്ല. അതേ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തുള്ളത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വളരെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനെ ചെറിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ തയ്യാറാക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. ഇനി ഈ ഉപ്പുമാവ് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ ഇത് നമ്മൾ ഈ റെസിപ്പി നമ്മൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെയൊക്കെ എന്ത് വിഭവം വെച്ചും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.